നമസ്കാരം. NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. CPI അളഗപ്പ് നഗർ വെള്ളിക്കുളങ്ങര ആളൂർ ലോക്കൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃക്കൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ VL റോഡിന് സമീപം നിയന്ത്രണം വിട്ട വാൻ മതിലിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്യത്ത് ഗാർഹികാവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക വില കൂട്ടി. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക വില കൂട്ടി. സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി തിങ്കളാഴ്ച അറിയിച്ചു. ഉജ്ജ്വല പൊതുവിഭാഗം ഉപഭോക്താക്കൾക്ക് പാചകവാതക വില വർദ്ധിപ്പിച്ചതായി മന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ 803 രൂപ നൽകിയിരുന്ന സിലിണ്ടറിന് ഇനി മുതൽ 853 രൂപ നൽകണം. പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി പ്രകാരമുള്ള LPG വിലയിലും 50 രൂപ കൂടും. നിലവിൽ 500 രൂപ നൽകിയിരുന്ന ഉപഭോക്താക്കൾ 550 രൂപ നൽകേണ്ടിവരും. ചൊവ്വാഴ്ച മുതൽ വില പ്രാബല്യത്തിൽ വരും. ഇനി മുതൽ 2 ആഴ്ചയിലൊരിക്കൽ LPG വില പുനഃപരിശോധിക്കുമെന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവയും നേരത്തെ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ലിറ്ററിന് 2 രൂപയാണ് കൂട്ടിയത്. അതേസമയം എക്സൈസ് ഡ്യൂട്ടിയിലുള്ള വർധനവ് ചില്ലറ വിൽപ്പന വിലയെ ബാധിക്കില്ലെന്ന് ഓയിൽ മന്ത്രാലയം വ്യക്തമാക്കി. വർദ്ധിപ്പിച്ച എക്സൈസ് ഡ്യൂട്ടി രാജ്യാന്തര എണ്ണവിലയിൽ ഉണ്ടായ കുറവുമായി പൊരുത്തപ്പെടുത്തുന്നതിനാലാണ് ചില്ലറ വിലയെ ബാധിക്കാത്തത്. എണ്ണവില വർദ്ധിക്കില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളും വ്യക്തമാക്കി. രാജ്യാന്തര എണ്ണവിലയിലെ തുടർച്ചയായ ഏറ്റക്കുറച്ചിലുകൾക്കിടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. CPI അളഗപ്പ് നഗർ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് മണ്ണമ്പേട്ടയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ സമ്മേളനങ്ങളുടെ ഭാഗമായി നടന്ന പൊതുയോഗം CPI കേരള സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു. CPI അളഗപ്പ് നഗർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR അനൂപ് അധ്യക്ഷനായി. CPI ജില്ലാ കമ്മിറ്റി അംഗം KM ചന്ദ്രൻ, മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, അളഗപ്പ് നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK അനീഷ്, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജയന്തി സുരേന്ദ്രൻ, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി രാജി രാജൻ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, മണ്ഡലം സെക്രട്ടറി VN അനീഷ്, AISF ദേശീയ കൌൺസിൽ അംഗം അലൻ പോൾ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര CPI ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി മോഹനൻ ചള്ളിയിൽ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി KV ഷൈജു, CU പ്രിയൻ, സജിത രാജീവ്, ഷൈബി സജി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ സഖാവ് സുധീഷ് ചേട്ടനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പ്രിയൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബർ മാസം അവസാന വാരത്തിൽ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗഡിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഇത് 2ാമത്തെ തവണയാണ് ചണ്ഡീഗഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത്. 19ാമത് പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ വെച്ചാണ് നടന്നത്. വെള്ളിക്കുളങ്ങര CPI ലോക്കൽ കമ്മിറ്റിയുടെ 3 വർഷക്കാലം കൂടുമ്പോഴുള്ള സമ്മേളനം, ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രകടനം ആയിരുന്നു ഇപ്പോൾ നമ്മളെല്ലാവരും പങ്കെടുത്തത്. CPI ആളൂർ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗം സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. MP ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ, മണ്ഡലം സെക്രട്ടറി P മണി, ജില്ലാ കൌൺസിൽ അംഗം ബിനോയ് ഷബീർ, PK സദാനന്ദൻ, ഡിബിൻ പാപ്പച്ചൻ, ജിഷ ബാബു, TC അർജുനൻ, KK ജോഷി എന്നിവർ പ്രസംഗിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ അസൈൻ, പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തി ബാബു, ജിഷ ഹരിദാസൻ, പ്രിൻസിപ്പൽ കെ സതീഷ്, പ്രധാന അധ്യാപിക എ കൃപാകൃഷ്ണൻ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 81 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കരാറുകാരൻ പ്രത്യേകമായി അതൊന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന, കരാറിൽ 9 മാസമുണ്ട്, വളരെ വേഗതയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി അത് പ്രത്യേകമായി ഇടപെടൽ നടത്തണം. ഇവിടെ 9 ക്ലാസ് റൂമുകൾ ഇപ്പോൾ നിർമ്മിക്കപ്പെടും. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് തടത്തിൽ, രൂപത സെക്രട്ടറി ഡേവിസ് തുളുവത്ത്, ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി പത്രോസ് വടക്കുംചേരി, കത്തോലിക്ക കോൺഗ്രസ് രൂപത PRO ഷോജൻ ഡി വിധേയത്തിൽ, തീർത്ഥാടന കേന്ദ്രം കൈക്കാരൻ ജോസ് കറുകുറ്റിക്കാരൻ, ടെസി ഫ്രാൻസിസ്, ഷിബു ആട്ടോക്കാരൻ, ഷീന തോമസ് എന്നിവർ പ്രസംഗിച്ചു. ബിജു ചുള്ളി, വർഗീസ് വെളിയൻ, പീറ്റർ ആലങ്ങോട്ടുകാരൻ, സജി നെടുനിലത്ത് എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ നന്ദിപുരം മേഖലാ കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായുള്ള കലാകായിക മാമാങ്കത്തിന്റെ ലോഗോ പ്രകാശനം വരന്തരപ്പള്ളി പോലീസ് SHO KN മനോജ് നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി വിഷ്ണു ശിവരാമൻ, പ്രസിഡന്റ് സുജിത് K സുധാകരൻ എന്നിവർ ലോഗോ ഏറ്റുവാങ്ങി. CPM നന്ദിപുരം ലോക്കൽ സെക്രട്ടറി ബെന്നി ചാക്കപ്പൻ, ഇഞ്ചക്കുണ്ട് ബാങ്ക് പ്രസിഡന്റ് VR ബൈജു, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ CV വിഷ്ണുദാസ്, അമൂല്യ K സുധാകരൻ, റീന റെക്സിൻ, VB ലക്ഷ്മി, രോഷ്നി അശോക് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണു പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. തൃക്കൂർ ചിറമൽ വീട്ടിൽ ഡേവിസിന്റെ മകൾ 18 വയസ്സുള്ള അന്ന ഏഞ്ചലാണ് മരിച്ചത്. BA ഇക്കണോമിക്സ് വിദ്യാർത്ഥിനിയായിരുന്നു. 3 ആഴ്ച മുൻപാണ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ BL റോഡിന് സമീപം നിയന്ത്രണം വിട്ട വാൻ മതിലിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം. വളവുള്ള ഭാഗത്ത് വളവ് തിരിക്കാതെ നേരെ വീട്ടുമതിലിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പണിക്കാട്ടിൽ ഡോക്ടർ വിജയന്റെ വീട്ടുപറമ്പിലെ മതിലാണ് തകർന്നത്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു. സ്നേഹോദയ നഴ്സിംഗ് കോളേജുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ J അല്ലി പ്ലാക്കൽ ക്ലാസ്സിലെത്തു. ഡോക്ടർ അനുപമ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, നഴ്സിംഗ് ഓഫീസർ സിനി ജോൺ, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാമള, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആശംസ് എന്നിവർ പ്രസംഗിച്ചു. 1948 ഫോം ചെയ്തതിന്റെ ഒരു ഓർമ്മയായിട്ട് എല്ലാ വർഷവും നമ്മൾ ഓരോ ആരോഗ്യ തീമിനനുസരിച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ നടത്താനും എഴുതാനും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരാനും ഉള്ള ഓരോ ടോപ്പിക്കുകൾ തീരുമാനിക്കും. ഞങ്ങൾ സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗിലെ 3ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ഇന്ന് ആരോഗ്യത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്കായി ഒരു സ്കിറ്റും ഒരു റോഡ് പ്ലേയും ഒരു ബോധവൽക്കരണ ക്ലാസ്സും ഒരുക്കിയിട്ടുണ്ട്. ഒരാളുടെ ആരോഗ്യം എന്നുള്ളത് അത് സൂക്ഷിക്കാന്നുള്ളത് സംരക്ഷിക്കാന്നുള്ളത് അവന്റെ തന്നെ കടമയാണ്. അല്ലാതെ മറ്റാരും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വരികയില്ല. ദൈനംദിന ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒരുവൻ അവന്റെ ആരോഗ്യത്തിന്റെ നല്ലതിന് വേണ്ടി മാറ്റിവെക്കണം. ഒരു കാലത്ത് നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും നേരിടേണ്ടി വന്ന ഒരു അസുഖമായിരുന്നു പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും അതുപോലെ തന്നെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ആദ്യം നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിട്ട് എന്തൊക്കെയാണെന്ന് കാണാം. ഇന്ന് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണക്ഷേമത്തിന്റെ ഒരവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. മുണ്ടൂരിലുണ്ടായ ഇടിമിന്നലിൽ വീടുകളിൽ നാശനഷ്ടം. മുണ്ടൂർ പഴമുക്കിൽ തിങ്കളാഴ്ച പുലർച്ചെ 12 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ ഇടിമിന്നലിൽ 5ഓളം വീടുകളിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ഒറുവിൽ വീട്ടിൽ ഭവ്യന്റെ വീട്ടിലെ ഭൂരിഭാഗം ഉപകരണങ്ങളും കത്തിനശിച്ചു. സ്വിച്ച് ബോർഡുകളും ലൈറ്റുകളും പൊട്ടിത്തെറിച്ചതോടെ വീട്ടുകാർ ഭയന്ന് പുറത്തേക്കോടി. സമീപത്തെ പാറപ്പുറത്ത് വീട്ടിൽ ശ്രീധരന്റെ ഇൻവെർട്ടറും ലൈറ്റുകളും, കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ സിൻഡോയുടെ ഇൻവെർട്ടർ, ഫാൻ, ലൈറ്റ് എന്നിവയും കത്തിനശിച്ചു. സമീപത്തെ മറ്റു 2 വീടുകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ.
ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. കൊടകര BRCയുടെയും അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ 4ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്കായി സൌജന്യ ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പരിശീലനം തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് അളഗപ്പ സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9847 47 3698 9633453511 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വുമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള റെഗുലർ ബാച്ച് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പ്രായപരിധി 35 വയസ്സിൽ താഴെ. യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 11-നകം പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 854 721 3100 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8285 രൂപ, പവന് 66,280 രൂപ. പറപ്പൂക്കര മുത്രത്തിക്കര കണംകോളി അമ്മിണി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണ്ണമ്പേട്ട പുല്ലോക്കാരൻ ശങ്കരന്റെ ഭാര്യ കാർത്തിയായനി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാബുരാജ്, സജീവൻ, ഷാജൻ, രജനി, വനജ എന്നിവർ മക്കളും പത്മിനി, കവിത, ശ്രീജ, ബാലകൃഷ്ണൻ, അജിത് എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ നരശില കല്ലുംപുറം KI സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് പാഴായി കാണാറ ചന്ദ്രൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ പരേതയായ സരോജിനി. ജനാർദ്ദനൻ, ശങ്കരനാരായണൻ, കൃഷ്ണൻകുട്ടി, അജിത, രാജേഷ് എന്നിവർ മക്കളും പുഷ്പജ, ഗിരിജ, രേഖ, മനോഹരൻ, സിംന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. CPI അളഗപ്പ് നഗർ, വെള്ളിക്കുളങ്ങര, ആളൂർ ലോക്കൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃക്കൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ VL റോഡിന് സമീപം നിയന്ത്രണം വിട്ട വാൻ മതിലിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്യത്ത് ഗാർഹികാവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക വില കൂട്ടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.